ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തരാമെന്ന് മിനമ്മ പറഞ്ഞേ. വേറെ ഒന്നുമല്ല, ഇത് കാണുന്ന മുള്ളാത്തക്ക വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാൻ പോവാണേ. നമ്മുടെ നാട്ടിൽ നിന്ന് മുള്ളാത്തക്ക എന്നാണ് പറയുന്നത്. എല്ലാവരുടെ നാട്ടിൽ നിന്ന് എന്ത് പേര് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുളിയും മധുരമൊക്കെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല, എന്നാലും ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. നമ്മളതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ലതുപോലെ ചെത്തിയെടുത്ത് കൊത്തി അരിഞ്ഞെടുക്കണേ. ആകെയുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് അതിൻ്റെ പുറം ഭാഗം ചെത്തിയെടുക്കാനാണ്. നല്ല ഹാർഡാണ്. ഇനി അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളയാനും കുറച്ച് പാടാം. എന്നാലും അതെല്ലാം കളഞ്ഞ് നമ്മൾ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന് ആവശ്യത്തിന് അരപ്പ് ചേർക്കാനായിട്ട് കുറച്ച് കാന്താരിമുളകും തേങ്ങയൊക്കെ കൂടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മുള്ളാത്തയ്ക്ക, തേങ്ങ, ചെറിയുള്ളി, കാന്താരിമുളക്, 2 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചതച്ചെടുക്കാനുള്ളത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പോട് ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുള്ളാത്തന്നെയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ പാകത്തിനല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തട്ടിപ്പൊത്തി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. കടച്ചക്കയൊക്കെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ അതേ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ സൂപ്പർ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.